ഒരിക്കലും കുഷ്ഠരോഗികളുടെ പാളയമുള്ള സ്ഥലത്ത്, അല്ലെ കുഷ്ഠരോഗികൾ പാർക്കുന്ന സ്ഥലത്ത് ഒരു യഹൂദനും പോകത്തില്ല. പോകാൻ അനുവാദമില്ല, പോകാൻ അധികാരമില്ല. പക്ഷേ യേശു ക്രിസ്തു ഈ സ്ഥലം തിരഞ്ഞെടുത്തത് എന്തിനെന്നറിയാമോ? ആദരവറ്റ് കിടക്കുന്ന, അനാഥകളെ പോലെ കിടക്കുന്ന, ആശ്രയമറ്റ് കിടക്കുന്ന, ആരും ഒന്ന് തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന കുറെ കുഷ്ഠരോഗികൾ, ആമേൻ, അവർക്ക് വീട്ടിൽ പാർക്കാൻ ആഗ്രഹമുണ്ട്. പാളയത്തിനകത്തെന്ന് പറഞ്ഞാൽ ജനസമൂഹമധ്യേ പാർക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. മക്കളോട് സംസാരിപ്പാൻ ആഗ്രഹമുണ്ട്, ഭാര്യയോടല്ലെങ്കിൽ ഭർത്താവിനോട് സംസാരിപ്പാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നിനും കഴിയാതെ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ ഒതുക്കപ്പെട്ടവരായി പാളയത്തിന് പുറത്ത്, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് ഒതുക്കപ്പെട്ടിരിക്കുന്ന കുറെ പേരെ എന്റെ യേശു അറിഞ്ഞു. ഹല്ലേലൂയ. നിന്റെ രോഗത്തിന് മരുന്ന് ചെയ്ത് പണം ചിലവാക്കി നിന്നെ ഒതുക്കി തള്ളിയിരിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ മരുന്നുമില്ല, ശുശ്രൂഷയുമില്ല, ഒന്നുമില്ലാതെ തള്ളിയിരിക്കുന്നുവെങ്കിൽ, നിന്നോട് പറയാ, നീ ഇരിക്കുന്ന സ്ഥലം, ആമേൻ, അത് അലങ്കാരമുള്ള സ്ഥലമല്ലായിരിക്കാം, അത് സഹകരണമുള്ള സ്ഥലമല്ലായിരിക്കാം, അത് ആരാരുടെയും ആമേൻ സഹായമില്ലാത്ത സ്ഥലമായിരിക്കാം. പക്ഷെ അവിടെ കടന്നു വരുന്ന ഒരു യേശു